RDX അടുത്ത വിഷയത്തിലേക്ക്. രാജ്യത്ത് അടുത്ത കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതേ പാറ്റേൺ തന്നെയാണ് ഗോകുലം ഗ്രൂപ്പിന്റെ ഓഫീസുകളിൽ നടക്കുന്ന ED പരിശോധനയിലും ആവർത്തിക്കുന്നത്. പൊടുന്നനെയുള്ള ഈ ED നടപടിക്ക് കാരണം എമ്പുരാൻ സിനിമയാണെന്ന് CPIM-ഉം കോൺഗ്രസും ആരോപിക്കുന്നു. മുമ്പും EDയുടെ റഡാറിലുള്ളയാൾ തന്നെയാണ് ഗോകുലം ഗോപാലൻ. മുമ്പും അദ്ദേഹത്തെ ED ചോദ്യം ചെയ്തിട്ടുണ്ട്, തർക്കമില്ല. പക്ഷേ ശീതപ്പെട്ടിയിൽ വെച്ചിരുന്ന കേസുകെട്ടുകൾ പെട്ടെന്നങ്ങ് പുറത്തു വരികയാണ്. കോടമ്പാക്കത്തെ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസിലും കോഴിക്കോട് അരയിടത്തുപാലത്തെ ഗോകുലം ഗ്രാൻഡ് കോർപ്പറേറ്റ് ഓഫീസിലും ഒരേ ദിവസം പരിശോധന നടക്കുകയാണ്. എമ്പുരാൻ വിവാദം കത്തിക്കാളി നിൽക്കെ EDയുടെ ഈ എരിപൊരി സഞ്ചാരം അത്ര നിഷ്കളങ്കമല്ലെന്ന് CPM-ഉം കോൺഗ്രസും കരുതിയാൽ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? സമീപകാലത്ത് BJPയെ ഏറ്റവും പ്രകോപിപ്പിച്ച ചലച്ചിത്ര സൃഷ്ടിയാണ് എമ്പുരാൻ. എമ്പുരാന്റെ നിർമ്മാതാവാണ് ഗോകുലം ഗോപാലൻ. പരിവാറിന്റെ പടനീക്കത്തിന് എമ്പുരാന് 24 വെട്ട് കിട്ടി. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് എതിരെയുള്ള സൈബർ ആക്രമണം യഥേഷ്ടം ഇപ്പോഴും തുടരുന്നു. എമ്പുരാൻ ഉണ്ടാക്കിയ പൊല്ലാപ്പിന് പ്രതികാരമാണോ ഇപ്പോഴത്തെ ED റെയ്ഡ്? നമുക്ക് പരിശോധിക്കാം. ആദ്യം RDX ആപ്പ് 59 സെക്കൻഡ്. ഗോകുലം ചിറ്റ്സിന്റെ ചെന്നൈയിലെ ഓഫീസിലായിരുന്നു ആദ്യം റെയ്ഡ് തുടങ്ങിയത്. പിന്നാലെ കോഴിക്കോട്ടെ ഓഫീസിലും പരിശോധന. കൊച്ചിയിൽ നിന്നുള്ള സംഘമായിരുന്നു കോഴിക്കോട് പരിശോധന നടത്തിയത്. അന്വേഷണ സംഘം ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്തു. കൊച്ചിയിൽ പഞ്ചനക്ഷത്ര ഹോട്ടൽ വാങ്ങിയതടക്കം ഇടപാടുകളിൽ ഗോകുലം ഗോപാലിനെതിരെ നേരത്തെ EDക്ക് പരാതി ലഭിച്ചിരുന്നു. 2023 ഏപ്രിലിലും ED ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്തതാണ്. ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട ചില പരിശോധനകളെ തുടർന്നായിരുന്നു അതെന്നായിരുന്നു അന്ന് പുറത്തുവന്ന വിവരം. ഈ അന്വേഷണം ഏകദേശം അവസാനിച്ച മട്ടിലിരുന്നപ്പോഴാണ് EDയുടെ പുത്തൻ വരവ്. എമ്പുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാർ സംഘടനകൾ വ്യാപകമായി പ്രചാരണം നടത്തുന്നതിനിടെയാണ് സിനിമയുടെ നിർമ്മാതാക്കളിലൊരാളായ ഗോകുലം ഗോപാലിനെതിരായ ED നടപടി എന്നതും ശ്രദ്ധേയം. ഇത് ചൂണ്ടിക്കാട്ടി റെയ്ഡിനെ വിമർശിച്ച് CPM-ഉം കോൺഗ്രസും രംഗത്തെത്തി. RDX റാപ്പ് ന്യൂസ് മലയാളം. ഒരു വലിയ വ്യവസായി എന്ന നിലയ്ക്ക് കേരളത്തിന് ഏറ്റവും പരിചിതമായ പേരുകളിൽ ഒന്നു തന്നെയാണ് ഗോകുലം ഗോപാലൻ. അദ്ദേഹം മറ്റ് സാമൂഹ്യ മേഖലകളിലെല്ലാം തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ്. ബിസിനസ് മാത്രമല്ല, അദ്ദേഹത്തിന് മാധ്യമങ്ങളുണ്ട്. ആ രീതിയിലൊക്കെ അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ പടർന്നു പന്തലിച്ച് കിടക്കുന്ന വലിയ വ്യവസായ സാമ്രാജ്യത്തിൻ്റെ ഉടമയാണ്. ദക്ഷിണേന്ത്യൻ വ്യവസായിയാണ്. ഒപ്പം ഗോകുലം ഗ്രൂപ്പ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയും സ്ഥാപകനുമാണ്. ചിട്ടി കമ്പനിയിലൂടെയാണ് ബിസിനസ്സിൽ തുടക്കം. ഹോസ്പിറ്റാലിറ്റി, ധനകാര്യം, മാധ്യമം, റിയൽ എസ്റ്റേറ്റ് എന്നിങ്ങനെ വിദ്യാഭ്യാസം, ഓട്ടോമൊബൈൽ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ വ്യവസായം പടർന്നു പന്തലിച്ച് കിടക്കുന്നു. സിനിമാ നിർമ്മാണത്തിനും വിതരണത്തിനും ശ്രീഗോകുലം മൂവീസ് എന്ന സ്ഥാപനവും അദ്ദേഹത്തിൻ്റെതായുണ്ട്. ഗോകുലം കേരള ഫുട്ബോൾ ക്ലബിൻ്റെ സ്ഥാപകനാണ്. സ്വകാര്യ ചാനലുണ്ട്. ടെലിവിഷൻ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തമുണ്ട്. ഇതെല്ലാമുള്ള വ്യക്തിയാണ്. എമ്പുരാനിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ എൻട്രി എങ്ങനെയാണ് എന്ന് പരിശോധിക്കാം. ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ റിലീസിൽ അനിശ്ചിതത്വം ഉണ്ടാവുന്നു. റിലീസ് തൃശങ്കുവിലായതോടെ നിർമ്മാതാവായി ഗോകുലം മൂവീസ് വരുന്നു. പ്രഖ്യാപിച്ച ഡേറ്റിൽ തന്നെ എമ്പുരാൻ റിലീസ് ചെയ്യുമെന്ന് ഗോകുലം ഗോപാലൻ പ്രഖ്യാപിക്കുന്നു. നല്ലൊരു സിനിമ പ്രതിസന്ധിയിൽപ്പെട്ട് വൈകരുത്, അതുകൊണ്ടാണ് ഇതിനെ സഹായിക്കുന്നത് എന്നാണ് പറഞ്ഞത്. വാഗ്ദാനം ചെയ്ത പോലെ തന്നെ മാർച്ച് 27 തന്നെ ചിത്രം റിലീസ് ചെയ്തു. തർക്കങ്ങൾ തീർത്ത് നല്ലതിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞതിൽ സന്തോഷം എന്നാണ് ആ ഘട്ടത്തിൽ അദ്ദേഹം പ്രതികരിച്ചത്. ഇനി ഈ സിനിമയിലേക്ക് ഒരു 24 വെട്ട് വന്ന വഴിയൊന്ന് പരിശോധിക്കാം. ഹിന്ദുത്വവാദികളുടെ വിദ്വേഷ പ്രചാരത്തെ തുടർന്നാണ് എമ്പുരാനിൽ റീസെൻസറിങ് നടക്കുന്നത്. മാറ്റം വരുത്താൻ പൃഥ്വിരാജിനോട് ആവശ്യപ്പെട്ടു എന്നാണ് ഗോകുലം ഗോപാലൻ അന്ന് പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ED റെയ്ഡ് നടക്കുന്നത്. ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിലാണ് ED പരിശോധന. ചിട്ടി കമ്പനിക്കെതിരെ നിരവധി പരാതികൾ EDക്ക് ലഭിച്ചിരുന്നു. കൊച്ചിയിൽ പഞ്ചനക്ഷത്ര ഹോട്ടൽ വാങ്ങിയതടക്കമുള്ള ഇടപാടുകളിൽ അന്വേഷണം നടക്കുന്നു എന്നൊക്കെയുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. 2023 ഏപ്രിലിൽ ED ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്തിരുന്നു. മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ കളക്ഷൻ തുകയെക്കുറിച്ചും സംശയമുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പഴയ പരാതികളിലെല്ലാം പൊടുന്നനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു അന്വേഷണം ഉണ്ടായിരിക്കുന്നു. സരീഷ്, ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ ഈ പറയുന്ന നിഴലിൽ നിൽക്കുന്ന ഒരു ഏജൻസിയാണ്. പലതരത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പലതരത്തിൽ അവർ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ, ഇത്തരം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്ന് പൊതുവെ ആരോപണം നിലനിൽക്കുന്നു. കണക്കുകൾ നോക്കിയാൽ ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. എമ്പുരാൻ സിനിമ കണ്ടാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ റെയ്ഡിനെ കാണുന്നത്? എനിക്ക് ഈ ഗോകുലം ഗോപാലിനെ അദ്ദേഹത്തെ
ഫ്രെയിമിൽ കാണാൻ വലിയ ഇഷ്ടമാണ്. കാരണം അദ്ദേഹം സംസാരിക്കുന്നത് വലിയ സമ്പന്നനായിട്ടുള്ള ഒരാളായിട്ട് പോലും നമ്മുടെ നാട്ടിലെ വലിയ പണക്കാരൊക്കെ സംസാരിക്കുന്നത് ആൾക്കൂട്ടത്തിനിടയിൽ ഇറങ്ങി സംസാരിക്കുന്ന പോലെ നാട്ടിൻപുറക്കാരായിട്ടാണല്ലോ. അതുകൊണ്ട് ഈ ഗോകുലം ഗോപാലിൻ്റെ കാര്യം അങ്ങനെയാണ്. ഗോകുലം ഗോപാൽ വളരെ ബഹുമാന്യനായിട്ടുള്ള ആളാണ്. ഈ കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരിൽ ഒരാളാണ്. ഇപ്പോൾ തന്നെ ഈ സിനിമയുടെ കാര്യത്തിൽ ഇവരെല്ലാം ഉള്ളൊരു സിനിമ ബുദ്ധിമുട്ടിലേക്കായി പോയതല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അതിലേക്ക് വരുന്നത്. അതിൻ്റെ പ്രൊമോഷൻ പരിപാടിയിൽ ടൊവിനോയെ ടിനോവ എന്ന് അദ്ദേഹം വിളിച്ചത് ഹർഷ ശ്രദ്ധിച്ചിരുന്നു. ടിനോവ എന്ന് വിളിച്ച് വലിയ തമാശ ഉണ്ടായിരുന്നു അന്നവിടെ. അപ്പോൾ ആൾ വളരെ നിഷ്കളങ്കനായിട്ടുള്ള, ഒരിക്കലും ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടില്ലാത്ത, എല്ലാവർക്കിടയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലൊക്കെ നല്ല ബഹുമാന്യതയുള്ള, എല്ലാവരോടും വളരെ സ്നേഹത്തിൽ പോകുന്ന ഒരാളായിട്ടാണല്ലോ നമുക്ക് അദ്ദേഹത്തെ പരിചയം, ദൂരെ എന്നുള്ള കാഴ്ചയിൽ അദ്ദേഹത്തെ പരിചയം. അതുകൊണ്ട് ഇത് ഈ ഇഡിയുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഈ ഇളക്കിയുള്ള വരവ് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും അദ്ദേഹത്തിന് എന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല. ഇത് കഴിഞ്ഞ് അദ്ദേഹം കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്ത് ആ രേഖകളെല്ലാം കൃത്യമായിട്ട് അദ്ദേഹം തിരിച്ചു വരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇതെന്തിനാണ് ഇങ്ങനൊരു പരിശോധനയ്ക്ക് വരുന്നതെന്നാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. പരിശോധനയ്ക്ക് വരുന്ന നാട്ടിലെ കുട്ടികൾക്ക് പോലും അറിയാം, അരിഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. അത് എന്തുകൊണ്ടാണ് എമ്പുരാൻ തൊട്ട് പിന്നാലെ ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ കാര്യം തന്നെയാണത് എന്നത് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അത് പക്ഷേ ഗോകുലം ഗോപാലിനെ പിടിച്ച് അകത്തിടാനാണോ, ഗോകുലം ഗോപാലിനെ പേടിപ്പിക്കാനായിട്ടാണോ, അദ്ദേഹത്തിൻ്റെ ഈ സംവിധാനങ്ങൾ മുഴുവൻ തകർത്ത് കളയാനായിട്ടാണോ? അല്ല, ഇതിനൊന്നുമല്ല. അവർ തിരിച്ചു പോകും. ഇഡിയുടെ ഓഫീസുകാർ കൊച്ചിയിലേക്ക് വന്നിരിക്കും, കോഴിക്കോടും മറ്റും പരിശോധന നടത്തിയിട്ട് അവിടെ ഇരിക്കും. ഇന്ന് വാർത്ത വന്നു, അത് കഴിഞ്ഞാൽ അതങ്ങ് പോകും. എന്തിനാണ് അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു സംഗതി വെക്കാനാണ്? അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ധീരവീര സൂര്യനൊന്നും മിണ്ടാത്തത് എന്താണ് സിനിമാ മേഖലയിൽ എന്ന് പറഞ്ഞില്ലേ? അത് പറയാത്ത എന്താണ് അവൻ മിണ്ടാത്തതെന്ന് വെച്ചാൽ മിണ്ടരുത്. കാരണം ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടാകും എന്ന് ഒരു സൂചന, മെസ്സേജ് കൊടുക്കുകയാണ് ബന്ധപ്പെട്ട ആളുകൾ ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതങ്ങനെ വെറുതെ ആളുകളെല്ലാം പറയില്ലേ, ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനെ വന്ന് എമ്പുരാനിലൊരു വലിയ പ്രശ്നം ഉണ്ടായിട്ട് ആ നിർമ്മാതാവിന് നേരെ അപ്പോൾ തന്നെ റെയ്ഡ് കിടന്നു എന്ന് വെച്ചാൽ ഇതുവരെ രാഷ്ട്രീയമായിട്ട് പകപോക്കുകയാണ് എന്ന സംശയമല്ലേ ആദ്യം വരിക. അങ്ങനെ നിങ്ങൾ സംശയിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഈ മെസ്സേജ് ഞങ്ങൾ തന്നിരിക്കും എന്ന് ബന്ധപ്പെട്ടവർ സമൂഹത്തോട് പറയുന്നതാണ് ഈ കാണുന്നത്. സമൂഹത്തോട് എന്നതിനേക്കാൾ കൂടുതൽ ഇനി നിങ്ങൾ ആ പടം എടുക്കരുത്, അങ്ങനെ എടുക്കരുത് എന്നൊരു സൂചന നൽകുകയാണ്. ഇപ്പോൾ ബി ബി സിക്ക് നടപടിയെടുത്തില്ലേ? അതിൽ തന്നെയും ഈ സിനിമ വന്നപ്പോൾ ഇതൊരു വിവാദമായപ്പോൾ പലരും ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മറ്റെന്ത് രാഷ്ട്രീയ വിമർശനം ഉണ്ടായാലും കുഴപ്പമില്ല, പക്ഷേ ഈ ഗുജറാത്ത് റൈറ്റുമായി ബന്ധപ്പെട്ട് സീരിയസ് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വന്നാൽ അതിന് ഇനിയൊരാൾ അങ്ങനെ ചെയ്യരുത് എന്ന മെസ്സേജ് ഈ ബന്ധപ്പെട്ട ആളുകൾ കൊടുക്കും എന്ന് അപ്പം തന്നെ പറഞ്ഞ രാഷ്ട്രീയ നിരീക്ഷകരുണ്ടായിരുന്നു. കാരണം മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയം പോലെയല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നത് പോലെയല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ഫെഡറൽ നിയമലംഘനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് പോലെയല്ല. ഈ ഗുജറാത്ത് റൈറ്റുമായി ബന്ധപ്പെട്ടൊരു കേസ് നിങ്ങൾ സീരിയസ് ആയിട്ട് വലിയൊരു മാധ്യമത്തിലൂടെ മുന്നോട്ട് വെച്ചാൽ നിശ്ചയമായിട്ടും അതിൻ്റേതായിട്ടുള്ള മെസ്സേജ് ഉണ്ടാവും. അവർ പീഡിപ്പിക്കുന്നോ ഉപദ്രവിക്കുന്നോ അല്ലെങ്കിൽ കുഴപ്പത്തിലാക്കുമോ എന്നൊന്നുമല്ല, പക്ഷേ ആ മെസ്സേജ് അന്തരീക്ഷത്തിലേക്ക് വരും. ചില സമർത്ഥരായിട്ടുള്ള ധീരവീര സൂര്യർ ഈ മെസ്സേജിൻ്റെ ആ കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ട് മിണ്ടാതെ ഇരിക്കും. അപ്പോൾ പക്ഷേ അങ്ങനെ ഇരിക്കാത്ത ആളുകൾ ഉണ്ടാകുമല്ലോ, ചിലപ്പോൾ അറിവില്ലാത്ത ആളുകൾ അടുത്ത സിനിമയും ഇതുപോലെയൊക്കെ എഴുതി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് കണക്കാക്കിയിട്ട് ബന്ധപ്പെട്ട ആളുകൾ അവരുടെ ജോലി ചെയ്യുന്നു, അങ്ങനെ ആ വാർത്ത ഉണ്ടാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഗോകുലം ഗോപാലിനെയോ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെയോ ഏതെങ്കിലും നിലക്ക് ബാധിക്കാനേ പോകുന്നില്ല. ഇത് ഈ സന്ദേശം സമൂഹത്തിലാകെ പരത്തിയിട്ട് ഈ സംവിധാനങ്ങൾ തിരിച്ചു പോകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റൈറ്റ്, അതാണ് ഇതിൻ്റെ ഒരു വലിപ്പമുണ്ടല്ലോ. സിനിമ വലിയൊരു സിനിമയാണ്, ആ വലിയ സിനിമയ്ക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. അത്തരം നിർമ്മാതാക്കളെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഭീതിയിലാഴ്ത്തുന്ന ഒരു നടപടിയാണ് ഇന്നിപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നീക്കം ഈ റെയ്ഡിലൂടെ നടന്നിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് ഈ സിനിമ അതിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടുണ്ട്. ആ സിനിമ പുറത്തു വന്നു, തീർച്ചയായും ഗുജറാത്ത് കലാപത്തിനെ കൃത്യമായി ചിത്രീകരിച്ച് കാണിക്കുന്ന തരത്തിൽ ആ സിനിമ ആളുകളുടെ ഇടയിലേക്ക് വന്നു, വലിയ ചർച്ചയായി. സനീഷ്, ഒരു 25 വയസ്സെങ്കിലും പ്രായമുള്ള ആ പ്രായം വരെയുള്ള ആളുകൾക്ക് എന്താണ് ഗുജറാത്ത് കലാപം, എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണയില്ല. അത് സമ്പൂർണ്ണമായി എല്ലാ വിവരങ്ങളും ഇപ്പം മുമ്പുള്ള 25 വർഷം മുമ്പുള്ള കുട്ടികളെ പോലെയല്ല, അല്ലെങ്കിൽ നമ്മളൊക്കെ വളർന്ന കാലത്തേതുപോലെയല്ല. എല്ലാ പഠനവും ഈ ഇൻ്റർനെറ്റിലൂടെ തന്നെ നടക്കുന്ന ഒരു കാലമാണ്. ഈ ഡിജിറ്റൽ സാങ്കേതിക സംവിധാനങ്ങളിലൂടെ മാത്രം ഈ പഠനം നടക്കുന്ന ഒരു കാലമാണ്. അവർക്ക് വിവരങ്ങൾ കിട്ടുന്നത് അവിടെ നിന്നാണ്. വിവരത്തിൻ്റെ ധാരാളിത്തമുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നിങ്ങൾ എത്ര പരിശോധിച്ചാലും ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ഈ നിലയ്ക്കുള്ള ഒരു ചിത്രീകരണം നിങ്ങൾക്ക് ലഭ്യമാകാൻ എന്താ വെച്ചാൽ ആ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് കിട്ടുക വളരെ പ്രയാസമാണ്. അങ്ങനെയുള്ളപ്പോഴാണ് ഒരു വലിയ സിനിമ ഏറ്റവും വലിയ താരത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നത്. സ്വാഭാവികമായും ഈ പറയുന്ന 10-25 വയസ്സുള്ള കുട്ടികളെല്ലാം എന്താണ് ഈ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കുറഞ്ഞ ധാരണയിലേക്കെങ്കിലും എത്തിയിട്ടുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, നമ്മളിതിനെ എംപുരാനിലേക്ക് മാത്രമായിട്ട് വെക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യമുണ്ട്. അതായത് ഇപ്പോൾ വലിയ ബിസിനസ്സൊക്കെ അല്ലേ, ചിലപ്പോൾ ഒരുപക്ഷെ ഇഡിക്ക് വന്ന് പരിശോധിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകില്ലേ, പരിശോധന കടന്നു വരുമായിരിക്കും, അങ്ങനെ ഒരു ചോദ്യം ആൾക്കാർക്കുള്ളിൽ വരും. സ്വാഭാവികമാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അത് മാത്രമല്ല, മുമ്പും ഇഡിയുടെ റഡാറിലുള്ളയാളാണ്, മുമ്പ് റെയ്ഡുകളൊക്കെ നടന്നിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഒന്നാമത് നമുക്കിത് പരിശോധിക്കാൻ തന്നെയാണ് നമുക്ക് തോന്നുക. നമുക്ക് മാത്രമല്ല ഇത് തോന്നുന്നത്, പ്രത്യേകിച്ച് ഒരു ബിസിനസ്സുകാരനെ സഹായിക്കേണ്ട ഉത്തരവാദിത്വമൊന്നും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം
നേതൃത്വത്തിനില്ലല്ലോ. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം അതാണ്. ഇവിടുത്തെ ഭരണകക്ഷിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ എല്ലാം ആരോപണം ആദ്യ പ്രതികരണത്തിന്റെ ഇത് രാഷ്ട്രീയം, ഇത് പൊളിറ്റിക്കലായി മാറിക്കഴിഞ്ഞു. മാത്രമല്ല ഇതിപ്പോ ആ സിനിമയെക്കുറിച്ച്, ആ സിനിമയുടെ ദൗത്യത്തെക്കുറിച്ച് സംശയമുള്ള ആളുകൾ ആരാണ്? ഈ ജോയി മാത്യുവിനെ പോലുള്ള 1-2 പേര് കാണും. അതാരും ഗൗരവത്തിൽ എടുക്കുന്നുമില്ല. പക്ഷെ അങ്ങനെയുള്ള ചില ആളുകൾക്കല്ലാതെ ഇതിന്റെ ഏതെങ്കിലും ഒരു മുറിവഴിച്ചാൽ അതിന്റെ ദുർഗന്ധമാണ് വമിക്കുക എന്നുള്ള വ്യാഖ്യാനമൊക്കെ തരാൻ കഴിയുള്ളൂ. പക്ഷേ ഏത് മുറിവും സുഗന്ധം പരത്തുന്നില്ല എന്നുള്ളതാണല്ലോ സത്യം. ആ മുറിവായി അവിടെ അവശേഷിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞു തന്നെ പോകണം. ചരിത്രം ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചു പോകണം. അതിന് ഇത്രയും കരുത്തരായ, അതായത് ഇതുപോലെ ഇതിന് ഒരു സിനിമയ്ക്ക് സ്പെൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകളും ഒക്കെ വരികയും അവർ ആ വിഷയത്തെ നമുക്ക് മുന്നിലേക്ക്, പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് തന്നെയാണ് വേണ്ടത് എന്നാണ് പറയാനുള്ളത്. ഇഡിയെ പറ്റി ഈ കാലത്ത് പറഞ്ഞ് കേൾക്കുന്നത് എന്തെല്ലാമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. RDX അത് പലവട്ടം ചർച്ചയ്ക്കെടുത്താണ്. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ കൺവിക്ഷൻ റേറ്റ് ഒക്കെ എടുത്തു വെച്ച് നമ്മൾ പല ആവർത്തി ചർച്ച ചെയ്തതാണ്. ആ ഏജൻസിയുടെ ഇന്നത്തെ വിശ്വാസ്യത എന്താണെന്നും നമുക്ക് ഒരു രൂപമുണ്ട്. ഗോകുലം ഗോപാലൻ എന്ന വ്യവസായിയെയും നമുക്ക് നന്നായിട്ട് അറിയാം. കഴിഞ്ഞ 10-60 കൊല്ലമായി അദ്ദേഹം കേരളത്തിന്റെ കൺമുന്നിലുണ്ട്. കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലും സാംസ്കാരിക മണ്ഡലത്തിലും ഒക്കെ ഇടപെട്ടുകൊണ്ട് വ്യവസായം ചെയ്യുന്ന ഗോകുലം ഗോപാലൻ ഒരു കളങ്കിത വ്യക്തിത്വമായ അല്ല കേരളത്തിൽ അറിയപ്പെടുന്നത്. നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം അദ്ദേഹത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടമ്പാക്കത്തെ ഓഫീസിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയാണെന്നാണ് വിവരം. മലയാളത്തിൽ മോഹൻലാൽ അഭിനയിച്ച ഒരു സിനിമ, പൃഥ്വിരാജ് എന്ന ബഹുമുഖ പ്രതിഭ സംവിധാനം ചെയ്ത ഒരു സിനിമ, മലയാള സിനിമയുടെ യശസ് ഉയർത്തുന്ന ഒരു ബ്രഹ്മാണ്ഡ സിനിമ, ഒരു വേള അതൊരു പ്രതിസന്ധി നേരിട്ടപ്പോൾ സഹായഹസ്തവുമായി എത്തിയതുകൊണ്ടാണ് ഗോകുലം ഗോപാലൻ ഇപ്പോൾ ഈ ബുദ്ധിമുട്ട് നേരിടുന്നതെങ്കിൽ കേരളം അദ്ദേഹത്തോടൊപ്പം നിൽക്കണം എന്നാണ് RDX ആഗ്രഹിക്കുന്നത്. ശേഷം ആരോപണങ്ങൾ നിയമപരമായി അദ്ദേഹം നേരിടട്ടെ. RDX ഒരിടവേളയിലേക്ക്.